നമസ്കാരം സുഹൃത്തുക്കളെ. കാരണം നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും, ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് ലീക്ക് ആകുന്നത് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലൂടെ വാട്ടർ രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടും ട്രാവൽ ചെയ്യുക. ഒന്നിനെ നമ്മൾ ലീക്കേജ് എന്ന് പറയും, ഒന്നിനെ നമ്മൾ സീപ്പേജ് എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് കോൺക്രീറ്റ് ലീക്കേജ് എന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചർ, ഇതൊരു കോൺക്രീറ്റ് സ്ലാബ് ആണെന്ന് വിചാരിക്കുക. ഒരു നിയർ അബൌട്ട് ഒരു 5 ഇഞ്ച്, അതായത് 12 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു സ്ലാബാണെന്ന് വിചാരിക്കുക. സോ ലീക്കേജ് എപ്പോഴും ഉണ്ടാവുക ഒരു ക്രാക്സ്, ഡിഫ്ലക്ഷൻ വന്നിട്ടോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വന്നിട്ടോ അല്ലെങ്കിൽ ശ്രിങ്കേജ് ആയിട്ടോ തെർമൽ എക്സ്പാൻഷൻ ആയിട്ടോ എങ്ങനെയോ ഒരു സ്ട്രക്ചറിൽ ഒരു ക്രാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫ്ലഡ് ആവുന്ന വാട്ടർ ഈ ഒരു ക്രാക്കിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഈ സ്ലാബിൻ്റെ താഴോട്ട് നമുക്ക് ഡ്രിപ്പിംഗ് ഉണ്ടായിരിക്കും. ആക്ച്വലി ഈ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് എപ്പോക്സി ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ PU ഇഞ്ചക്ഷൻ, അതല്ലെങ്കിൽ നമുക്കിവിടെ വീഗ്രൂ കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ PU സീലൻറ്റോ അല്ലെങ്കിൽ സിമെൻറ്റ് സീലൻറ്റോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്രാക്കിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും എപ്പോക്സി ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ PU ഇഞ്ചക്ഷൻ പോലത്തെ ഒക്കെ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു വാട്ടർ പ്രൂഫിംഗ് പ്രോപ്പറായിട്ട് ലെയറോ അതല്ലാന്നുണ്ടെങ്കിൽ ഈവൻ ഡ്രസ് വർക്കോ വാട്ടർ വർക്ക് നമുക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഈ സ്ട്രക്ചറിനെ നമുക്ക് ഈ ഒരു ഇഷ്യൂസിനും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നതാണ് സീപ്പേജ്. ആക്ച്വലി ലീക്കേജിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സീപ്പേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ സെയിം ഒരു 5 ഇഞ്ച്, അതായത് ഒരു 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ. ഇതിൽ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 100% സോളിഡായിട്ട് വെള്ളത്തിന് ഒരു തരത്തിലും കടന്നു പോകാൻ പറ്റാത്ത ഒരു വസ്തുവല്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കോൺക്രീറ്റിൽ ഒരിക്കലും വെള്ളത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നാണ്. ആക്ച്വലി കോൺക്രീറ്റ് എന്ന് പറഞ്ഞതിൽ ഇഷ്ടംപോലെ പൊറോസിറ്റി, അതായത് എയർ വേർഡ്സ് കോൺക്രീറ്റിൽ ഉണ്ടായിരിക്കും. ആക്ച്വലി ഇതിന് മുകളിൽ പോണ്ടാകുന്ന ഈ വെള്ളം ഇത് ഫസ്റ്റ് എയർ വേർഡ്സ്ക്ക് അത് എത്തും, അതിനുശേഷം അത് സെക്കൻഡിലോട്ട് എത്തും, തേർഡിലോട്ട് എത്തും. ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ചിലപ്പോൾ ഇത് എത്താൻ കുറച്ച് സമയം എടുക്കും, 1 മാസമോ 1 വർഷമോ ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ. പക്ഷേ പതുക്കെ ആ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത്തിനെ ഓവർകം ചെയ്ത് ഓരോ പൊറോസിറ്റിയിലൂടെ ട്രാവൽ ചെയ്ത് അവസാനം കോൺക്രീറ്റിന്റെ ബോട്ടത്തിലോട്ട് എന്തായിരിക്കും, ഈ വെള്ളത്തിന്റെ ഈർപ്പം എത്തും. ഇതൊരിക്കലും ഒരു ഡ്രിപ്പ് ആവണ പോലൊന്നും എത്തില്ല. പക്ഷെ നമുക്ക് കോൺക്രീറ്റിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു ബ്ലാക്ക് കളറിൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അറ്റാക്ക് ഉണ്ടായ പോലെ ഒരു ബ്ലാക്ക് കളറിൽ ഇങ്ങനെ നമ്മൾ സ്ലാബ് കാണാൻ തുടങ്ങും. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തും വെള്ളത്തിന്റെ നനവ് വന്നിട്ട് ആ കോൺക്രീറ്റിൽ അതിൻ്റെ ഉള്ളിൽ ആ കോൺക്രീറ്റ് സ്ലാബിന്റെ ഉള്ളിലുള്ള സ്റ്റീലിനെ അത് കൊറോഷൻ തുരുമ്പാക്കിയിട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റും താഴെ നമുക്ക് എന്താവും, കോൺക്രീറ്റ് പതുക്കെ സ്പാളാവാൻ തുടങ്ങും. ശരിക്കും കോൺക്രീറ്റ് എന്ന വസ്തുവിൻ്റെ ഒരു ക്യാൻസർ ആയിട്ടാണ് ഈ സീപ്പേജിനെ അറിയപ്പെടുന്നത്. ആക്ച്വലി ലീക്കേജ് അത്ര ഡേഞ്ചർ അല്ല. ലീക്കേജ് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫൈൻഡ് ചെയ്യാനും ഈസി ആയിട്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ സീപ്പേജ് എന്ന് പറയുന്ന വസ്തു നമ്മൾ ആ ഒരു സ്ലാബിനെയും അതുപോലെ സ്റ്റീലിനെയും ഓൾമോസ്റ്റ് അത് ഡാമേജ് ചെയ്ത് താഴോട്ട് നമുക്ക് ബ്ലാക്ക് ഡോട്ട് എത്തുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് സ്ലാബിൻ്റെ കളറൊക്കെ പോയിക്കണല്ലോ എന്നുള്ളത്. സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളൊരു പുതിയ വീട് പണിയാണെങ്കിൽ ഒരു പഴയ വീടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു പഴയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും ഒരു ഇഷ്യൂസ് വന്ന് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നേക്കാൾ നല്ലത് ഒന്നല്ലെങ്കിൽ ഒരു പ്രോപ്പർ വാട്ടർ പ്രൂഫ് ലെയർ കൊടുത്തിട്ട് ഒരു തരത്തിലും വെള്ളം കടന്നു പോകാത്ത തരത്തിലുള്ള ഒരു സിനാരിയോ അവിടെ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ട്രസ് വർക്ക് ചെയ്തിട്ട് ഒരു തരത്തിലും മഴവെള്ളം അങ്ങോട്ട് വരാത്ത തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലാബിനെയും അതുപോലെ നമ്മുടെ വീട് അല്ലെങ്കിൽ ബിൽഡിങ്ങിനെയും നമുക്ക് ഒരുപാട് കാലം ഒരു ഇഷ്യൂസും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റും. സോ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.